നമസ്കാരം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും ക്രീമി ആയിട്ടുള്ള ചെറിയ ഉള്ളിയും സ്വീറ്റ് കോണിൻ്റെ ഗ്രേവിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വന്നിട്ട് ചപ്പാത്തി, റോട്ടി, നാൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ആദ്യം പാനിനെ മീഡിയമാക്കി ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ സൺഫ്ലവർ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട്, 6 ഉണക്കമുളക്, 1 ഇഞ്ച് ഇഞ്ചി, 15 വെളുത്തുള്ളി, 15 കശുവണ്ടി, എന്നിട്ട് 3 മീഡിയം തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് തക്കാളിന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ മിക്സിനൊന്ന് ആറാൻ വെച്ചിട്ട് മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ച് സോഫ്റ്റായി അരച്ചെടുത്ത് നമുക്ക് സൈഡിൽ മാറ്റി വയ്ക്കാം. ഇനി വീണ്ടും പാനിലേക്ക് ഞാൻ 2 ടീസ്പൂൺ സൺഫ്ലവർ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ഇഞ്ച് പട്ട, ഒരു 4 ഗ്രാമ്പൂ, പിന്നെ അതിലേക്ക് 2 ബിരിയാണിയുടെ ഇല, 1 കപ്പ് ചെറിയ ഉള്ളി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് 1/2 കപ്പ് വേവിച്ച സ്വീറ്റ് കോണിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരച്ച് വെച്ച മിക്സിനതിലേക്ക് ഒഴിച്ചെടുക്കാം. മിക്സി ജാറിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിലുള്ള ബാക്കിയുള്ള ആ മസാലേനെ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി വന്നിട്ട് നമുക്ക് തിളച്ച വെള്ളം വെച്ചിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോഴാണ് കറിയുടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പച്ചവെള്ളം വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യരുത്. അതിനുശേഷം നമ്മൾ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോഴാണ് നമുക്ക് ആ കറിയുടെ നല്ല അമേസിങ് ആയിട്ടുള്ള ആ ഒരു മണം, നല്ല ആ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. 15 മിനിറ്റ് അതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കാം. എന്നിട്ട് കസൂരി മേത്തി, നല്ലൊരു മണവും ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കസൂരി മേത്തി അതിലേക്ക് ഇട്ടെടുക്കാം. പിന്നെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച കൊത്തമല്ലിയുടെ ഇല വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഫൈനലായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിമിനെ ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഓണിയൻ കോണിൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടായിട്ട് നല്ല ചൂടായിട്ടുള്ള ചപ്പാത്തിയുടെ കൂടെ, റോട്ടി, നാൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ടിപ്പ് അല്ലെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ തിളച്ച വെള്ളം വെച്ചിട്ട് വേണം അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോഴാണ് കറിയുടെ ടേസ്റ്റ് നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.